ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സ്പെല്ലിങ്സ് ആണ്. അപ്പോൾ ചെറിയ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേഗം അതൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിലേക്ക് കയറാം. എൻസൈക്ലോപീഡിയ. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ എപ്പോഴും നല്ലത് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. എൻസൈക്ലോപീഡിയ, ഇവിടെ ENCYCLO PAEDIA ആണ് കേട്ടോ. സൈക്ലോ നമുക്ക് കിട്ടുമല്ലോ, എൻസൈക്ലോപീഡിയ. അപ്പോൾ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട്, കാരണം പലരും PEDIA എന്നുള്ള ആൻസറിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻസൈക്ലോപീഡിയ നമുക്ക് ഭയങ്കര പേടിയാണെന്ന് ഓർത്താൽ പോരെ, കാരണം അത്യാവശ്യം വലിയൊരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് ഇത്തിരി പേടിയാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ സ്പെല്ലിങ് തെറ്റിക്കില്ല. അടുത്ത് നോക്കാം, വാക്യൂം. വാക്യൂമിൻ്റെ സ്പെല്ലിങ് VACUUM ആണ് കേട്ടോ. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓർത്തോളൂ, വാസൂം എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ തെറ്റിക്കില്ല കേട്ടോ, VACUUM. അടുത്തത് കണ്ടംപററി ആണ്. കണ്ടംപററിയുടെ സ്പെല്ലിങ് CONTEMPORARY. അപ്പോൾ ഞാനിത് ഓർത്ത് വെച്ചേക്കണത് CON, പിന്നെ ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടെമ്പോ, TEMPO, പിന്നെ RARY എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, മെമ്മറിയിൽ കൂടുതൽ നിന്നോളും. അടുത്തത് ചേഞ്ചബിൾ ആണ്. ചേഞ്ചബിൾ നമുക്ക് ചേഞ്ച് ഏബിൾ എന്നുള്ള രീതിയിൽ തന്നെ ഓർത്താൽ മതി. അപ്പോൾ വേഗം കിട്ടും. CHANGEABLE. അടുത്ത വാക്ക് നോക്കാം, മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലേ, MEMORANDUM. അപ്പോൾ മെമോ രണ്ടും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഈ മെമ്മോറാൻഡം എന്ന് പറഞ്ഞാൽ എന്താ, അജണ്ട പോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പോയിന്റ്സുകളൊക്കെ നമ്മൾ എഴുതിയെടുക്കുക, ആ ഒരു രീതിയിൽ ആലോചിക്കാമല്ലോ. ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം, ആണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മെമോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കണം അല്ലെങ്കിൽ കുറിച്ച് വയ്ക്കണം എന്നൊക്കെ രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ മെമോ രണ്ടും എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വാക്കുകൾ കൊണ്ട് പറയാം: എൻസൈക്ലോപീഡിയ, വാക്യൂം, കണ്ടംപററി, ചേഞ്ചബിൾ, മെമ്മോറാൻഡം. ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. അടുത്തേക്ക് കയറാം, ഷാംപെയിൻ. ഷാംപെയിൻ്റെ സ്പെല്ലിങ് CHAMPAGNE ആണ്. അപ്പോൾ ഷാംപെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, വൈൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ഷാംപെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഈ വൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വൈനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത്തിരി ഒന്ന് വയറൊക്കെ കത്തില്ലേ. അപ്പോൾ അഗ്നി എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ അല്ലേ. അപ്പോൾ CHAMPAGNE ആണ് കേട്ടോ, അഗ്നി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം, അനീമിയ. അനീമിയയുടെ സ്പെല്ലിങ് ANAEMIA. അനീമിയ എന്ന് പറഞ്ഞാൽ വളർച്ചയാണ് അല്ലേ, ആ ഒരു ഇതിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അനീമിയ ഉണ്ടോ വളർച്ച ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഇല്ല, അനീമിയ ഇല്ല എന്നുള്ള രീതിയിൽ AE വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓപ്ഷൻ അത് ചിലപ്പോൾ EA ഒക്കെ വരും കേട്ടോ. അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു തരത്തിൽ കണക്ട് ചെയ്ത് പറയുന്നത്. അടുത്തത് ഡിക്ഷണറി ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് AN വരുന്നത് കേട്ടോ, ലാസ്റ്റ് NERY ഒന്നുമല്ല, NARY ആണ്, ഡിക്ഷണറി. അപ്പോൾ നമ്മുടെ ഡിക്ഷണറിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആൽഫബറ്റിക് ഓർഡറിലല്ലേ. അപ്പോൾ അവിടെ A തന്നെയാണ് തുടങ്ങണതെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക, ലാസ്റ്റ് NARY. അടുത്തത് കമ്മിറ്റിയാണ്. കമ്മിറ്റീനകത്ത് നമുക്കറിയാം, കമ്മിറ്റീനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ സ്പെല്ലിങ്ങിനകത്തും ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെയാ? 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട്, പിന്നെ കമ്മിറ്റിയിൽ ഞാനും ഉണ്ട്, അതായത് IU ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കമ്മിറ്റിയിൽ 2 എണ്ണം വീതം, പിന്നെ ഞാനും ഉണ്ട്, IU ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അടുത്തത് ട്രാവലോഗ് ആണ്. ട്രാവലോഗ് TRAVELOGUE കേട്ടോ, ട്രാവലോഗ്. അടുത്തതിലേക്ക് കയറാം. അടുത്തത് ബിലീവ് ആണ്. ബിലീവ് നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ടൊക്കെ പഠിക്കുന്ന ഒരു സ്പെല്ലിങ് തന്നെയാണ്. പക്ഷെ എന്നാലും എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. BELIEVE, ബിലീവ്. LIEVE ആണ്. അപ്പോൾ നമ്മൾ ഈ ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും നമ്മളിങ്ങനെ വിശ്വസിക്കുക. അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമ്മളെന്തെങ്കിലും നോണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയിട്ട് പറയില്ലേ, അയ്യോ എന്നെ വിശ്വസിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആലോചിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ലൈ ആണ് വരുന്നത്, ലൈ, നുണ. അപ്പോൾ BELIEVE എന്നുള്ള രീതിയിൽ നമുക്ക് ബിലീവ് ഓർത്ത് വയ്ക്കാൻ പറ്റും. അടുത്തത് ലെഫ്റ്റനൻ്റ് ആണ്. ലെഫ്റ്റനൻ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ലൈ യു 10 ആൻഡ്. കിടക്കൂ നീ 10 ഉറുമ്പേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ലൈ യു 10 ആൻഡ്. അടുത്തത് കലണ്ടർ ആണ്. കലണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അതായത് നമ്മുടെ കയ്യിൽ 2 കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ലെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക അല്ലേ, ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടോ, LEND ആണ് കേട്ടോ. അപ്പോൾ CALENDAR, അതാണ് കലണ്ടർ.
അടുത്തത് ന്യൂമോണിയ. ന്യൂമോണിയയ്ക്ക് പി വെച്ചിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. PNEUMONIA അതാണ് ന്യൂമോണിയ. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. അടുത്തത് അച്ചീവ് ആണ്. അപ്പോൾ ഈ അച്ചീവ്, ബിലീവ് ഇതൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വരുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പം E ആണോ I ആണോ ആദ്യം വരണമെന്നുള്ളൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി. അച്ചീവ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ഞാനാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ I ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ I ആണ് ഫസ്റ്റ് വരുന്നത്. അടുത്ത് നോക്കാം മിസ്ലേനിയസ്. മിസ്ലേനിയസ് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. മിസ്, സെൽ, പിന്നെ ബാക്കിയുള്ളതും കൂടെ ANOUS. ഓക്കെ. അപ്പോൾ മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആരാ തരണേ? മിസ്സാണ് തരണേ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ MIS ഉള്ളൂ കേട്ടോ. MIS പിന്നെ സെല്ലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ മിസ്ലേനിയസ് ആയിട്ട് തരണേ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് മില്ലേനിയമാണ്. മില്ലേനിയത്തിൻ്റെ സ്പെല്ലിംഗ് എന്താ? MILLENNIUM. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. മില്ലിൽ പോയിട്ട് എണ്ണിയും, മില്ലിലൊക്കെ പോയിട്ട് നമ്മൾ പൈസ ഇങ്ങനെ എണ്ണിയൊക്കെ കൊടുക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെ 2 L ഉണ്ട്, അതേപോലെ തന്നെ 2 N ഉണ്ട്. എണ്ണിയും UM എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ അത്. അടുത്ത് നോക്കാം ഗ്രാമറാണ്. ഗ്രാമർ നമ്മളെ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ അമ്മയാണെന്ന് ഓർത്താൽ മതി, പിന്നെ തെറ്റിക്കില്ല. AMMA ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ലുക്കേമിയ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അനീമിയ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ലുക്കേമിയ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ലുക്കേമിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇല്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവിടെയും AE തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ LEUKAE, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MIA. അടുത്തത് ഡിസ്ക്രിമിനേഷനാണ് അല്ലേ. ഡിസ്ക്രിമിനേഷൻ അപ്പം എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത് നോക്കാം മെയിൻ്റനൻസ്. മെയിൻ്റനൻസിനകത്ത് 10 ആണ് വരുന്നത് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ 10 കാര്യങ്ങളെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 10 ആണ്. TAN അല്ല TEN ആണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അവിടെ ആയിരിക്കും മിക്കവാറും എല്ലാവരും തെറ്റിക്കുന്നത്. അപ്പോൾ മെയിൻ 10 Ns എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. 10 എന്നുള്ളത് മറക്കണ്ട. അടുത്തേക്ക് കയറാം അക്കോമഡേറ്റ്. അക്കോമഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുക, ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെയല്ലേ വരുന്നത്. അപ്പോൾ അക്കോമഡേറ്റിനകത്ത് നമുക്ക് നേരത്തെ കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ 2 എണ്ണം വീതം എല്ലാം വരുന്നുണ്ട് കേട്ടോ. 2 C ഉണ്ട്, 2 O ഉണ്ട്, 2 M ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം ഇഗ്നോമിനിയസ്. ഇഗ്നോമിനിയസിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാലോ. IGNO മിനി OUS. അപ്പോൾ ഇഗ്നോ മിനി OUS എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇഗ്നോമിനിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനഹാനി വരുത്തുന്ന ആ ഒരു മീനിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇഗ്നോമിനിയസ്. യെസ്. അടുത്ത അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റിലൊക്കെ മിക്കവാറും ടീച്ചർ നമ്മുടെ അടുത്ത് സൈൻ ചെയ്ത് തരാനൊക്കെ പറയുമല്ലോ. അപ്പോൾ SIGN ഒക്കെ ഉണ്ട് കേട്ടോ അസൈൻമെൻറ്റിനകത്ത്. പിന്നെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റിനകത്ത് SEPARATE ആണ്. സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ എയും 2 Aയും തമ്മിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു 6 ഇരിക്കുന്നുണ്ടെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സെപ്പറേറ്റിൻ്റെ മീനിങ് തന്നെയാണ് അതിൻ്റെ സ്പെല്ലിങ്ങിലും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. 2 Aനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു 6 ഇരിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസിയുടെ സ്പെല്ലിങ് COMPETENCY. അപ്പോൾ COMPETENCY ആണ് കോമ്പിറ്റൻസി. നെക്സ്റ്റ് ഇസ് എൻട്രപ്രനർ. എൻട്രപ്രനറിൻ്റെ സ്പെല്ലിങ് ENTRE. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. NEUR കേട്ടോ. എൻട്രപ്രനർ. അടുത്ത സ്പെല്ലിംഗ് നോക്കാം ബൊക്കെയാണ്. അപ്പം ബൊക്കയുടെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക കേട്ടോ. BOUQUET ആണ്. BOUQUET. ബൊക്കറ്റ് എന്നൊന്നും പറഞ്ഞേക്കരുത്. BOUQUET ആണ് ബൊക്കെ. നെക്സ്റ്റ് വെജിറ്റബിൾ നമുക്കറിയാവുന്ന സ്പെല്ലിംഗ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. നമ്മൾ വെജിറ്റബിൾ എവിടെ വെക്കുന്ന? ടേബിളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തോളൂ. VEGETABLE. അടുത്തത് കേണലാണ്. കേണലിൻ്റെ സ്പെല്ലിംഗ് COLONEL ആണ് കേട്ടോ. അപ്പോൾ 1 ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാലും മതി. കേണലിനകത്ത് 1 ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബ്യൂറോക്രസി. BUREAU ക്രസി കേട്ടോ. ബ്യൂറോക്രസി. പിന്നെയുള്ളത് നമ്മുടെ ലാസ്റ്റ് വാക്ക് ഓംലെറ്റ് ആണ്. ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പലരും തെറ്റിക്കുന്ന ഈ ഒരു പോർഷനിലായിരിക്കും. ഒരു T ഒക്കെ ചിലപ്പോൾ ഇട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഡബിൾ ഓംലെറ്റ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. 2 T ഉണ്ടെന്നുള്ള രീതിയിൽ ഡബിൾ ഓംലെറ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക.
അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ ഇതൊക്കെ നിന്നോളും കേട്ടോ. എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.